മക്കളെ, നമ്മുടെ പേജ് നമ്പർ 21 എക്സസൈസ് ലാസ്റ്റ് എക്സസൈസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. പക്ഷേ ഇതിൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഈ കോളത്തിൽ ഇതിനകത്ത്. പക്ഷെ ഞാൻ 3 ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കാരണം അടുത്ത വീഡിയോ ചെയ്യാം. കാരണം കൂടുതൽ ലെങ്തി ആയി പോകുന്നു വീഡിയോസ്. നിങ്ങൾ ബോറടിക്കും വീഡിയോ ലെങ്തി ആണെങ്കിൽ. അവർ ചോദിച്ചിരിക്കുന്നത് എത്രയേ ഉള്ളൂ, ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഈ തന്നിരിക്കുന്ന സീക്വൻസിലുള്ളതാണോ എന്ന്. ദീസ് സീക്വൻസ് ആർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്നാണ്? അരിത്തമെറ്റിക് സീക്വൻസ് മീൻസ് ദേ ഹാവ് എ ഡെഫിനിറ്റ് കോമൺ ഡിഫറൻസ്. അതായത് ഒരു കോമൺ ഡിഫറൻസ് ഇവർക്കുണ്ട്, ഇല്ലേ? നമുക്ക് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് ആണ് 11, 22, 33. ഇതിനകത്ത് 123യും 132 ഈ സീക്വൻസ് ഉള്ളതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടല്ലേ, രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കൂടുതൽ പ്രാക്ടീസിന് വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സീക്വൻസ്. അപ്പോൾ ഇവർക്ക് കോമൺ ഡിഫറൻസ് ഉണ്ട്, കാരണം ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. കോമൺ ഡിഫറൻസ് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഒന്നി 22, 11 അല്ലെങ്കിൽ 33, 11. അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ 22, 11 എടുക്കുവാണ്. സബ്ട്രാക്ട് ചെയ്തു. എത്രയാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്? 11. മനസ്സിലായി? ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന സംഖ്യ ഏതാണ്? 123. അതിൽ നിന്ന് 123യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യണം. ഓർക്കുന്നുണ്ടോ അന്ന് ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന സംഖ്യ നമ്മുടെ സീക്വൻസിലെ ഫസ്റ്റ് നമ്പറുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 123ന്ന് 11 പോകെ എത്രയാണ് മക്കളെ? 112. ഈ കിട്ടുന്ന ആൻസറിനെ, ഇവിടെ ഇത് തെറ്റിപ്പോകല്ലേ, ഇവിടുത്തെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് നമ്പർ 11 ആയിട്ട് ഇത് ഏത് 11 ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഈ 123 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന 11 നമ്മുടെ സീക്വൻസിന്റെ ഫസ്റ്റ് നമ്പറാണ്. 112 കിട്ടി. ആ 112നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കോമൺ ഡിഫറൻസ് വെച്ച്, ഞാൻ തെറ്റാതിരിക്കാനായി ഇവിടെ ഇങ്ങനെ എഴുതിയ കേട്ടോ, കോമൺ ഡിഫറൻസ് വെച്ച് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. എത്രയാണ് കോമൺ ഡിഫറൻസ്? 11 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 112നെ, അതായത് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 11, 1, 1, 11. 2 ഇറക്കി എഴുതി, അടങ്ങത്തില്ല. പറ്റുമോ? ഒരു പ്ലേസ് നമ്മൾ ഇറക്കി എഴുതി, പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് കൊടുക്കുമോ? അല്ല, ഒരു പ്ലേസ് ഇറക്കി എഴുതിയിട്ട് അതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു 0 കൊടുക്കണം മേളിൽ. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഇനി നമുക്ക് പോയിന്റ് കൊടുത്താലേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് പൂർണ്ണമായിട്ടും പറ്റുന്നുണ്ടോ എന്നായിരുന്നു. പറ്റത്തില്ല, കാരണം നമുക്ക് റിമൈൻഡർ 2 വന്നു. അപ്പം ഇത് മൾട്ടിപ്പിൾ ആണോ? അല്ല. ആരുടെ മൾട്ടിപ്പിൾ അല്ല? നമ്മുടെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ അല്ല. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കണം? അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും, അതായത് റിമൈൻഡർ ഒന്നും ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? സ്റ്റെപ്പ് 112 ഇതങ്ങനെ ചെയ്യട്ടെ. 112 ഇത് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ. ഇപ്പം ഇങ്ങനെ സ്റ്റെപ്പ് എഴുതണ്ടേ? മൾട്ടിപ്പിൾ ഓഫ് 11 അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അങ്ങനെ എഴുതാം. മൾട്ടിപ്പിൾ ഓഫ് അങ്ങനെ എഴുതിക്കോ. കോമൺ ഡിഫറൻസ് 11. Therefore ഏതാ സംഖ്യ? 123 ഈസ് നോട്ട് എ ടേം ഇൻ ദിസ് സീക്വൻസ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ്റെ ഇവിടെ ആൻസർ നോന്ന് എഴുതാൻ പോയി. സ്വർണ്ണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, കാരണം അടുത്തതും എല്ലാം ഇതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് സെക്കൻഡ് നോക്കാം. അത് തന്നെയായിരുന്നല്ലോ നമ്മുടെ സീക്വൻസ്, അത് തന്നെയായിരുന്നു. 11, 22, 33. ഇതിന്റെ കോമൺ ഡിഫറൻസ് നമ്മൾ മുമ്പ് ചെയ്ത പോലെ 22 - 11 ആയിരുന്നു. അത് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റണ്ട. ഇനി നമ്മൾ 132 ഇന്നത്തെ ടേം ആണോ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യും? 132-നകത്തുനിന്ന് നമ്മുടെ ഇതിന്റെ ഫസ്റ്റ് ടേം, സീക്വൻസിലെ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യും. എത്ര വരും മക്കളെ? 1, 2, 121. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കിട്ടുന്ന ആൻസറിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് വെച്ച്, നിങ്ങൾക്ക് തെറ്റാതിരിക്കാനാണ് ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് എഴുതിയിട്ട് പിന്നെ രണ്ടാമതൊന്നുകൂടെ എഴുതുന്നത് കേട്ടോ. 121 ഡിവൈഡഡ് ബൈ 11. 11ന്റെ ടേബിളിലുള്ളതാണ്. 11 × 11 121. അതെല്ലാം ചെയ്ത് കാണിക്കാം. 11 1 times 1 കണ്ടോ? അപ്പൊ എന്നാണ്? 11 ആണ് ആൻസർ. നമുക്ക് പൂർണ്ണമായിട്ട് റിമൈൻഡർ 0 വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്നാ എഴുതുക? സ്റ്റെപ്പ് 121 ഈസ്, നിങ്ങൾ എഴുതാം, ഞാൻ എഴുതുന്നില്ല, സമയമില്ല. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ്
11. Therefore ഏതാ സംഖ്യ ഏതാ നമ്മുടെ 132 ഈസ് എ നമ്പർ ഇൻ ദിസ് സീക്വൻസ്. നിങ്ങൾ എഴുതത്തില്ല എങ്ങനെ? ഞാൻ എഴുതണോ? വേണ്ടല്ലോ. അപ്പം ഞാനിവിടെ എസ് എന്ന് എഴുതി. ഇതേപോലെ തന്നെയാണ് ഇനി എല്ലാം ചെയ്യാൻ പോകുന്നത്. എളുപ്പമല്ലേ? അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ഒരു സീക്വൻസ് തന്നിട്ട് ഒരു നമ്പർ അതിലാണോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പഠിച്ചില്ലേ? ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് സെക്കൻഡ് സീക്വൻസ് എഴുതാം. 12, 23, 34. ആദ്യം നമ്മൾ എന്ത് കാണും മക്കളെ? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കാണാൻ അടുത്തടുത്തുള്ള ഞാൻ 23 - 12 ആണ് ചെയ്യുന്നത്. അതും 11 ആണ് കോമൺ ഡിഫറൻസ്. ഇനി എന്ത് ചെയ്യും? ആദ്യം ചോദിച്ചിരിക്കുന്ന നമ്പർ 100. 100 ന്ന് നമ്മുടെ ഫസ്റ്റ് നമ്പർ സീക്വൻസിന്റെ ഫസ്റ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്യും. 100 ന്ന് 12 പോകെ 8, 88 അല്ലേ? 88. ഇനി ഈ കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യും? നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു 11. ആൻസർ കിട്ടി 8. ഇത് വരുമോ? ഇല്ല. അപ്പം നമ്മൾ എന്നാ എഴുതും? 88 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 11. Therefore 100 ഈസ് എ ടേം ഇൻ ദിസ് സീക്വൻസ്. എഴുതത്തില്ലേ? ഞാൻ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണ്ട, നിങ്ങൾക്കറിയാം. നിങ്ങളിപ്പോൾ എന്നെക്കാട്ടി മുമ്പേ ചെയ്യും. അടുത്തത് 1000 ആണോ നോക്കാൻ പോകും. 1000 ഇതുപോലെ തന്നെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു. ഇത് എന്ത് ചെയ്യും? 1000 ന്ന് നമ്മുടെ ഫസ്റ്റ് നമ്പർ സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് 1000 ന്ന് 12, 8, 8, 988 അല്ലേ? അപ്പം 988 കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഈ കിട്ടിയ ആൻസറിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യും. ഇവിടെ എഴുതാം ഒരു സ്റ്റെപ്പ്. നിങ്ങൾക്ക് തെറ്റിപ്പോയെങ്കിലോ? ഡിവൈഡഡ് ബൈ 11. 988 ഡിവൈഡ് ചെയ്തേ 8, 88. 8 പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പം 0, 11, 10 അല്ല 11, 99 പറ്റത്തില്ല. 98, 99, 9. ഇവിടെ എന്നാ വരുന്നുണ്ട്? ബാലൻസ് 9 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതിൻ്റെ അർത്ഥം അപ്പം നമ്മളെങ്ങനെ എഴുതും? 988 is not a multiple of 11. Multiple of common difference 11. Therefore ഏതാണ് നമ്മുടെ നമ്പർ? 100 അല്ല 1000 is not a term in this sequence. അപ്പോൾ ഇവിടെ ഇത് എസ് ആണ്, ഇവിടെ നോയാണ്. ഓക്കെ, ഇനി അടുത്ത സീക്വൻസ് കൂടെ നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി സീക്വൻസ് നമുക്ക് അടുത്ത 2 പ്രോബ്ലങ്ങളുണ്ട്, അവിടെ ചെയ്യാവേ. അടുത്ത സീക്വൻസ് ഏതാണ്? 21, 32, 43. നമ്മൾ ചെയ്യുന്ന പോലെ കോമൺ ഡിഫറൻസ് കണ്ടേ. 32 നിന്ന് 21 സബ്ട്രാക്ട് ചെയ്തു. എല്ലാം കോമൺ ഡിഫറൻസ് ഇവിടെ 11 തന്നെയാണ് അല്ലേ കോമൺ ഡിഫറൻസ്. നമ്മൾ 100 എടുത്തു ഫസ്റ്റ് നമ്പർ. എന്ത് ചെയ്യും നമ്മൾ? നമ്മുടെ 100 ന്ന് നമ്മുടെ ഫസ്റ്റ് നമ്പർ അല്ലേ സീക്വൻസിലെ സബ്ട്രാക്ട് ചെയ്തു. 100 ന്ന് 21 പോകട്ടെ. 9, 79. ശരിയല്ലേ മക്കളെ? 39 അല്ലേ? 9, 10 ഇഷ്ടമാണ്. 9, 10. ചിലപ്പോൾ എനിക്ക് സംശയം വരും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി എന്നാ ചെയ്യണം? ഈ 79നെ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 11 ടേബിളുണ്ടോ? നമുക്ക് 11 ടേബിൾ ചൊല്ലുമ്പോൾ തന്നെ അറിയാം. ഇല്ല, 11 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പൂർണ്ണമായിട്ടും ചെയ്ത് കാണിക്കണോ? 79 ഡിവൈഡ് ബൈ 11 6 പ്രാവശ്യമുള്ളൂ. 66, 13. പറ്റത്തില്ല, നമുക്ക് ഇത് വരുന്നുണ്ട്. എന്നിട്ട് അപ്പം എഴുതാം. ഇറ്റ് ഈസ് 79 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 11. Therefore ഞാൻ ചുരുക്കി എഴുതുന്നത് കേട്ടോ. Therefore ഏതാ നമ്മുടെ നമ്പർ? ഏതായിരുന്നു? 100. 100 ഈസ് നോട്ട് എ ടേം ഇൻ ദിസ് സീക്വൻസ് എന്ന് എഴുതിയിട്ട് നിങ്ങളിവിടെ നോ എഴുതും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഏതാ നോക്കാൻ പോകുന്നത്? 1000 ആണോ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ 1000 ന്ന്
നമ്മുടെ ഫസ്റ്റ് നമ്പർ ആദ്യം സബ്ട്രാക്ട് ചെയ്യും. മനസ്സിലാകുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് ഇതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. 1000 21 സബ്ട്രാക്ട് ചെയ്തേ. 10 1 പോകും 9, 7 8 9, 979. എന്നിട്ട് ഇനി എന്നാ ചെയ്യും? 979 പറ. നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 979 ഡിവൈഡഡ് ബൈ 11. ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ? എനിക്കറിയില്ല, ചെയ്ത് നോക്കണം. എന്നിട്ട് 88 അല്ലേ? 99 പറ്റുമല്ലോ. 89 ആൻസർ പൂർണ്ണമായിട്ടും പറ്റും. ബാലൻസ് റിമൈൻഡർ 0 ആണ്. 89. അപ്പം എന്നാ എഴുതാം നമുക്ക്? 979 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് 11. Therefore 1000 ഈസ് എ ടേം ഇൻ ദിസ് സീക്വൻസ് എന്ന് എഴുതും. യെസ് ആണ്. ഇത്ര മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ 2 എണ്ണം കൂടെ ഉണ്ട്, 2 ഇതും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് മനസ്സിലായില്ല? സിമ്പിളാണ്. എങ്ങനെ ചെയ്യേണ്ടത്? ആദ്യം കോമൺ ഡിഫറൻസ് കാണുക, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏതാണെന്ന് എടുക്കുക, ആ സംഖ്യയെ നമ്മുടെ ഫസ്റ്റ് ടേം കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ചെയ്ത് നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടേം, റിമൈൻഡർ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ടേം. ഇത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, താങ്ക് യു.